ഹായ്, നമസ്കാരം. ഇന്ന് എന്നത്തെയും പോലെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുത്തിത്തിരിപ്പ് റാണിയെ കുറിച്ചാണ്. റസി കുത്തിത്തിരിപ്പ് റാണി. എനിക്ക് കുറേ പാര വെച്ചിട്ടുള്ള പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് വേർഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്, കൾച്ചർ ഇല്ലാത്ത വേർഡ്സിനെ പറ്റിയിട്ട്. നമുക്കതൊന്ന് കേൾക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചാ? ഫുഡ് കഴിച്ചില്ല കേട്ടാ, ശരി വിശപ്പിലിരിക്കുക, ഡയറ്റിങ്ങാ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്റെ പൊന്നടാവേ, അയ്യോ അത് പറയാൻ പറ്റില്ല. നമ്മളെ ബിനുവായിട്ട് മലിച്ചേട്ടൻ ചെയ്തതെന്ന് പറയും. ആ ബിനുവാടി മലിച്ചേട്ടൻ പറയുന്ന ഡയലോഗാണ്. എന്റെ പൊന്നടാവേ പറയാക്കൂല കേട്ടോ, സത്യമാണ്. ഇവിടെ വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. എന്റെ പല വേർഡ്സിനെ പറ്റിയും കളിയാക്കുന്നുണ്ട്. ഞാന് ഇപ്പൊ സംസാരിക്കുന്ന കൊല്ലുമല്ല ട്രിവാൻഡ്രമല്ല, ആ ഒരു മിക്സ് ചെയ്താണ് ഞാനിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തുവാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാരും എന്നെ കളിയാക്കും. അങ്ങനെ അത് പറഞ്ഞു ഇപ്പൊ എന്തുവാടേന്നായി. അപ്പൊ അതും സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ. എന്തുവാടേന്ന് പറയുമ്പോഴും എന്തോ കൾച്ചർ ഇല്ലെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പിന്നെ പോടേന്ന് വിളിക്കുമ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. പോടയൊക്കെ പറയുമ്പോഴും അത് പറഞ്ഞുകൂടെന്ന് എനിക്കറിയാൻ മേല. ഞാൻ ഇത്രയും നാളും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടനാണെങ്കിലും ഒക്കെ പറയുന്നത് എന്തുവാടെ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പലരും നമ്മളെ കളിയാക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ. അങ്ങനെ കുറെ വേർഡ്സുകൾ പറയട്ടെ, കേൾക്കാവേ. അറിവെന്ന് വെച്ചാല് ഈ ഇടുക്കി, കോട്ടയം ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ള ഒരു സ്ലാങ് ആണ്. എന്തെങ്കിലും പറയുമ്പോ എന്റെ പൊന്നടാവേ എന്ന് പറയുന്നത്. പിന്നെ ബിനു അടിമാലി വന്ന് ഇത് വേദിയിൽ ഇങ്ങനെ ഫേമസ് ആക്കിയതുകൊണ്ട് പുള്ളിക്കാരന്റെ ക്രെഡിറ്റിലോട്ട് ഈ സാധനം പോകും. എന്ന് വെച്ചാൽ ആർക്കും എന്റെ പൊന്നടാവേ എന്ന് പറഞ്ഞില്ലേ, ടോട്ടൽ കൺഫ്യൂഷൻ അല്ലേ, നിർദ്ദേശം. അപ്പൊ ഞാനൊരു ബോഡി ഷേമിങ്ങിന്റെ വിഷയം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ബോഡി ഷേമിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് കുറച്ച് ആവലാതികൾ ബോധിപ്പിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളുടെ എന്തിനാണെന്ന് പറയുന്നത്. ഞാൻ എന്റെ ചാനലിലാണ് പറയുന്നത്. ഇഷ്ടമുള്ളവരാണ്, ഇഷ്ടമുള്ളവർ മാത്രം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും യൂട്യൂബിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും നിന്നെ ആരും അനുകരിക്കണേ, നിന്നെ അനുകരിക്കുന്നേ. എന്തുവാണേ, എനിക്കൊന്നും പറഞ്ഞൂടെ, നാക്കെടുത്തൂടെ? ഞാനിപ്പോ വന്നിട്ട് ഉദാഹരണത്തിന് യൂട്യൂബില് ഞാൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നു, ഹായ് സൂപ്പർ സുന്ദരിയായി. എന്റെ മോളെ ഒരുക്കിട്ട് ഞാൻ പറയുന്നത് സുന്ദരിയായി. ഉടനെ വന്നിട്ട് ജാസ്മിന്റെ ഡയലോഗ് പടം എടുത്താണ്. ഇതേ സുന്ദരി എന്നൊക്കെ നമ്മള് കുട്ടികളെ ഒരു വാക്കും ഇപ്പൊ പറയാൻ നിവർത്തിയില്ല. നമ്മുടെ ഹെയർ സ്റ്റൈലിനെ പറയും കോപ്പി അടിച്ചാണെന്ന്. ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാ, ഇതിനെ കോപ്പി അടിച്ചെന്ന് പറയാ. അതുപോലെ കുണുവാവയെന്ന് പറയാൻ പറ്റില്ല, അതുടനെ വേറൊരാളുടെ കുണുവാവയെന്ന് പറഞ്ഞ ഉടനെ അത് കോപ്പി അടിച്ചായി. എനിക്ക് വയ്യ എന്റെ പൊന്നെ. നിങ്ങളെങ്ങാണോ അറിയുന്നോ ഈ സൈബർ അറ്റാക്കിങ് സ്ഥിരം? എനിക്കാണെങ്കിൽ ഒരു 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 സെന്റൻസ് സ്ഥിരമായിട്ട് എനിക്കിങ്ങനെ കംപ്ലീറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഞാനത് ചാനലിൽ നിന്നേ അവരെ എടുത്തു കളയുമ്പോൾ ഒരാളെ എടുത്തു കളഞ്ഞ്, രണ്ടാളെ എടുത്തു കളഞ്ഞ്, മൂന്നാളെ എടുത്തു കളഞ്ഞ്, 10, 20 പിന്നെയും ഈ ഡയലോഗ് വന്നുകൊണ്ടിരിക്കുകയാന്നേ. അപ്പൊ എനിക്ക് മനസ്സിലായി കമന്റ് തൊഴിലാളികൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുക. നമ്മുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല, പക്ഷേ ഇവർ ടാർജറ്റ് ചെയ്ത് നമ്മളെ ഇഷ്ടമില്ല, അപ്പൊ വന്ന് ടാർജറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടോണ്ടിരിക്കുക. അവർക്കൊരു സുഖം, അങ്ങനെ ഒരു സുഖം കിട്ടില്ല, കിട്ടിക്കോട്ടെ, നമുക്കെന്താ. ജാസ്മിന്റെ ഡയലോഗ് സുന്ദരി എന്നൊക്കെ നമ്മളെ കുട്ടികളെ കൊഞ്ചിക്കുമ്പോ സുന്ദരി വാവേ എന്നൊക്കെ പറയുന്നതാണ്. സൂപ്പർ എന്ന് പറയുന്നത് ജാസ്മിൻ ഉണ്ടാക്കിയ വാക്കല്ല. മറ്റേ പീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിൽ ആ പീറ്ററിന്റെ ഡയലോഗാണ് എടാ നീ സൂപ്പർ ആടാ. അത് എടുത്തിട്ട് നമ്മൾ ഐ സൂപ്പർ എന്ന് പറഞ്ഞാൽ പറയും അയ്യോ ജാസ്മിൻ ഉണ്ടാക്കിയെടുത്ത ഭാഷ നിഘണ്ടുവിൽ ജാസ്മിൻ ഉണ്ടാക്കിയെടുത്ത വാക്കാണെന്ന് പറയും. അനുകരിക്കുന്നെന്ന് പറയും. ഇതൊരു കഷ്ടോടെ, ഇതൊരു കഷ്ടം. പിന്നെ നമ്മള് തിരുവനന്തപുരം ജില്ലക്കാര് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഈ വലിയ സാധനങ്ങൾ, അതായത് വലിയ സാധനങ്ങൾ. ഒരു കുഞ്ഞ് ഇതാണെങ്കിൽ ഒരു കുഞ്ഞു കലത്തിന് നമ്മൾ പറയും കുഞ്ഞു കല്ല്, ഒരു വലിയ കലമാണെങ്കിൽ നമ്മൾ പറയും മുതുക്കെന്ന് പറയും.
എനിക്കിപ്പോ മുതുക്കെന്ന് പറയാൻ പറ്റൂല. എനിക്ക് അപ്പ പറയും ഗ്ലാമി ഗ്ലാമി ഗ്ലാമി, ഞാൻ ഗ്ലാമി കൊച്ചു. ഗ്ലാമി എഴുതിയെടുത്തു മുതുക്കെന്നുള്ള വാക്ക്. അത് കൊല്ലത്തും പറയാറുണ്ട്, ട്രിവാൻഡ്രത്തും പറയാറുണ്ട് മുതുക്കെന്നുള്ള. പിന്നെ കുഞ്ഞി 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 രണ്ട് സ്ഥലത്തും പറയാറുണ്ട് കുഞ്ഞി എന്നുള്ള വേർഡും. തിരുവനന്തപുരം ജില്ലക്കാരുടെ ഒരു പ്രയോഗമാണ് മുതുക്കെന്ന് മനസ്സിലാക്കണേ പ്ലീസ്. അടുത്തത്, ഞാൻ നിങ്ങളുടെ ചെയ്ത വീഡിയോയിൽ അറിയാതെ പറഞ്ഞു ഇമോഷണൽ ഡിസ്ചാർജ്. അതായത് നമ്മളുടെ ഇമോഷൻസ്, നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോ നമ്മൾ കാണിക്കാൻ വന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഫുള്ള് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. ഇമോഷണൽ ഡിസ്ചാർജ് നോക്കണ്ട, നീ എഴുതി വെച്ചാണ് പറയുന്നത്. കാര്യം എനിക്ക് വേറെ ഫോണില്ല, അത് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നീ എഴുതി വെച്ചിട്ട് നോക്കിയാൽ ഇമോഷണൽ ഡിസ്ചാർജ്. പാവം കുറെ കഷ്ടപ്പെടുന്നു. ഡിസ്ചാർജ് പറഞ്ഞപ്പോ പറയുന്നത് ഞാൻ ഷെഫീനെ അടുത്ത് പറഞ്ഞു, എന്റെ അറിവിൽ ഇമോഷണൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വേർഡാണ്. അതിപ്പോ ഷെഫീനയ്ക്ക് മാത്രമേ പറയാവുന്ന നിർബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. ഇമോഷണൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു എന്റെ പൊന്നു ഇച്ച് വാതുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അയ്യോ ഇച്ചെന്ന് പറഞ്ഞു. അത് ഷെഫീനയുടെ ക്രെഡിറ്റ്. എന്റെ ക്രെഡിറ്റ് കാർഡിൽ ഒന്നുമില്ല. തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം ഇനിയും പറഞ്ഞു. അടുത്തത്, നിങ്ങളിപ്പോ വിചാരിക്കും തമ്നയില് മീരാനന്ദന്റെ തമ്നയിലും വെച്ചിട്ട് ഞാൻ ഇതും നോക്കിക്കൊണ്ടിരിക്കുവാണോന്ന്. ഇല്ല, അതിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ മീരാനന്ദൻ ആദ്യ സമയത്ത് കൈരളിയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അവതാരികയായിട്ടാണ്, ഒരു പാട്ട് പ്രോഗ്രാം, ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു പ്രോഗ്രാമിന്റെ അവതാരികയായിട്ടാണ് വരുന്നത്. ആ പ്രോഗ്രാമിന്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. നന്നായിട്ട് പാടും, എല്ലാവർക്കും അറിയാവുന്ന മീരാനന്ദൻ നന്നായിട്ട് പാടുമെന്ന്. അപ്പൊ അതിന്റെ അവതാരികയായിട്ട് ഇരിക്കുന്ന സമയത്തിനാണ് സിനിമയിലേക്ക് വിളിക്കുന്നത് മീരാനന്ദന്റെ ഫസ്റ്റ് മൂവിയാണ് മുല്ല. ദിലീപിന്റെ മുല്ലയിലാണ് ഫസ്റ്റ് മീരാനന്ദൻ അഭിനയിക്കുന്നത്. വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാളൊരു ഞാൻ കണ്ണോട്ടെ, ആരാരോ ആരോ ആരാരോ ആരിരാരോ. ഈ പാട്ട് ആർക്കാണെന്നേലും മീരാനന്ദന്റെ പേര് കേൾക്കുമ്പോ ഈ പാട്ടാണ് ഓർമ്മ വരുന്നത്. അല്ലേ? സത്യമില്ലേ? ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മീരാനന്ദനെ പറ്റിയിട്ടാണ്. മുല്ലയാണ് ഫസ്റ്റ് പടം. പിന്നെ ഇവിടെ കുറേ പടങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഡിമ്മായപ്പോഴത്തേക്ക് മീരാനന്ദൻ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ RJ ആയിട്ട് വർക്ക് ചെയ്തു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി സജീവമായിരുന്നു. ഇൻസ്റ്റയിൽ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ഇടാറുണ്ട്. അങ്ങനെ സജീവമായിട്ടിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് ഉള്ള ന്യൂസ് എന്താന്ന് വെച്ചാല് മീരാനന്ദന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഫോട്ടോ കണ്ടിട്ട്, ആ പയ്യന്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഒരു വിഷയവും തോന്നിയില്ല, എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. നല്ലൊരു പയ്യൻ. പക്ഷെ ആളുകള് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ ആ പയ്യന്റെ പൈസ കണ്ടിട്ടല്ലേ സെലക്ട് ചെയ്തത്, അങ്ങനെയാണ്. ഇതൊക്കെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ മാരേജ്, അതൊക്കെ അവരോരോ തീരുമാനവും ഇഷ്ടങ്ങളുമാണ്. അതൊക്കെ എന്തിനാണ് കമന്റ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമുക്ക് തിരികെ വരാവേ, ആ വിഷയത്തിലേക്ക് തിരികെ വരാവേ. അപ്പൊ ഒരു സെക്കൻഡ്, വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വരാം. അത് ലാസ്റ്റ് പറയാവേ. എനിക്ക് വന്നൊരു കമന്റാണ്. ഞാൻ വ്ലോഗ് ചെയ്യാറുണ്ട്. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് അല്ലാതെ ഞാൻ വ്ലോഗ് ചെയ്യാറുണ്ട്. ഞാൻ റിയാക്ഷൻ വീഡിയോയുടെ അപ്പോസ്തലൊന്നും അല്ല. എന്നെ കൊണ്ട് എന്റെ അറിവിനും പരിധിക്കും തള്ളി മറിക്കുക കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ വലിയ ആൾക്കാരെ പോലെ
കൊടുത്ത് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളില്ല. ഒരു സാധാരണ വീട്ടമ്മയായ ഒരു ഒരു ഗ്രാമത്തിൽ പൊണ്ണ്, ഒരു വില്ലേജ് പൊണ്ണ് ഞാൻ, അത്രേ ഉള്ളൂ ഞാൻ. അപ്പൊ ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയുടെ കൂടെ ഞാൻ വ്ളോഗ് ചെയ്യാറ്. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്. ട്രാവലിംഗ്, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ യാത്രയിൽ ഉണ്ടായ രസകരമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യും. അപ്പൊ വ്ളോഗ് ചെയ്യുമ്പോ എന്റെ 29-30 വ്ളോഗായിരുന്നു ഞാൻ ചെയ്തത്. ആ വ്ളോഗിൽ ഞാൻ ഫസ്റ്റ്, ഞാൻ എപ്പോഴും എടുക്കാറുള്ള നോർമലായിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്തത്. ആ വ്ളോഗിൽ വന്നിട്ട് പറയുന്ന ഇൻട്രോ, എന്റെ ഇൻട്രോ ഷെഫീനെ പോലെ ഇരുന്നത്. അതിന് ഷെഫീനെ ഇപ്പോഴും വ്ളോഗ് ചെയ്തത്, ഷെഫീനെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നാം. പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്തത് അവരുമായിട്ട് യാതൊരു സാമ്യമില്ല. എന്റെ പൊന്നു, നമ്മളെ ഏതെല്ലാം വഴിയിൽ കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ, ആ വഴിയിൽ കൂടെ എല്ലാം നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് എന്തൊരു മനസ്സുഖമാണോ എന്തോ ഇവർക്ക് കിട്ടുന്നതിലൂടെ. എനിക്ക് അറിയാൻ വയ്യേട്ടാ, തുടർന്നോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തത് എടേ പോടെ എന്ന് വിളിക്കുന്നത് കൾച്ചർ ഇല്ലാത്ത വേർഡാണ്. എടേ പോടെ ഇവിടെ എനിക്ക് പറയാനുണ്ട്. ബുക്ക് താഴെക്കിടാം, ഞാൻ പറയട്ടെ. ആരുടെ എടേ പോടെ എന്ന് പറയുന്ന കൾച്ചർ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ കുടുംബക്കാരെ വിളിക്കാം, ഫ്രണ്ട്സിനെ വിളിക്കാം. പക്ഷേ നമ്മൾ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് കൾച്ചർ ഇല്ലാത്ത ഒരു രീതിയാണെന്നാണ് പറയുന്നത്. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറയുന്നത്. ഈ കമന്റ് ഇട്ടാന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ കമന്റ് ഞാൻ ഇവിടെ കാണിക്കാം. എടേ പോടെ എന്ന് വിളിക്കുന്നത് കൾച്ചർലെസ് വേർഡാണ്. ഞങ്ങൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും, അതായത് നമ്മൾ അയൽവക്കക്കാരെയും കൂട്ടുകാരെയും കാണുന്നത് അവിടെ ഇവിടെ പോടെ ഇല്ല, പറഞ്ഞ കണക്ക് നമുക്ക് അവരെയൊക്കെ കാണുമ്പോ അച്ചടി ഭാഷ പോലെ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ സംസാരിക്കും. അതാണ്, അത് കേൾക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഒരു സ്നേഹത്തിന്റെ ഭാഷ അതാണ്. നമുക്ക് അച്ചടി ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ല. കൊല്ലം ജില്ലക്കാരാണെങ്കിൽ പറയും എന്തുവാടേ, നമ്മൾ തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ പറയും എന്തരടേ എന്ന് പറയും. അപ്പൊ ഈ എടേ പോടെ എന്ന് വിളിക്കുന്നത് കൾച്ചർലെസ് വേർഡാണെങ്കിൽ എന്റെ ലാലേട്ട, എന്റെ മുകേഷേട്ട, നമ്മളെ സിനിമാ നടന്മാരായ മുകേഷും മോഹൻലാലും ഒക്കെ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൾച്ചർലെസ് വേർഡായിരുന്നു. നിങ്ങൾ ഓർത്ത് ആർക്കെങ്കിലും ഇത് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോട്ടാ. കൾച്ചർലെസ് വേർഡാണ് എടേ പോടെ എന്ന് വിളിക്കുന്നത്. ഈ 5 സ്റ്റാറിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല പിള്ളേരെ, എന്തോന്നാണ് മറ്റേ തമിഴിലാണെങ്കിൽ 2 പട്ടിക്കുട്ടികളെ ട്രാഫിക് ബ്ലോക്ക് പെട്ട് കിടക്കുമ്പോഴത്തേക്കും വണ്ടി എടുത്ത് മാറ്റാം. തമിഴില് എപ്പാ പോപ്പാന്ന് പറയുമ്പോ 2 പട്ടിക്കുട്ടികൾ വരും. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും എടേ പോടെ എന്ന് ആ പട്ടികളുടെ പേര്, എടേ പോടെ. എന്റെ ഫ്രണ്ട് ആസിയക്ക് 2 മുയൽ കുഞ്ഞുങ്ങളുണ്ട്. ആ മുയൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട പേര് എടേ പോടെ എന്നാണ്. അപ്പൊ അശ്ലീലമാണ് അടി ആസിയ, നീ ആ മുയൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് വെച്ച പേര്. അവളടുത്ത് എനിക്ക് ചോദിക്കുന്നുണ്ട്, നീ മുയൽ കുഞ്ഞുങ്ങൾക്ക് അശ്ലീലാണ്, എനിക്ക് മറന്നുപോയി അവളടുത്ത് ചോദിക്കാൻ, എനിക്ക് ചോദിക്കണം കേട്ടാ. അപ്പൊ മുയൽ കുഞ്ഞുങ്ങളെ എടേ പോടെ എന്നാണ് അവൾ വിളിക്കുന്നത്. ആ മുയൽ കുഞ്ഞുങ്ങളുടെ പേരാണ്. അപ്പൊ അത് അശ്ലീലമാണ്. ഇത് കുറേ ഇതാണ്. അതായത് തിരുവനന്തപുരം ജില്ലക്കാര് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയും, ഞാൻ ഇന്ന ആളിനാണ് ഇരിക്കുന്നത്. അതായത് ഗ്ലാമി ഗംഗ, ഷെഫീന, പിന്നെ ഷെഫി, ഇതുപോലെ ഇതേപോലെ കുറെ പേര് തിരുവനന്തപുരം ജില്ല നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗേഴ്സാണ്. അപ്പൊ ഈ ഗ്ലാമി ഗംഗ കുറച്ച് ഹൈ ഉള്ള ആളാണ്. കാര്യം അവൾ 1 മില്യൺ ഒക്കെ അടിച്ചു പോയ ബ്യൂട്ടി ബ്ലോഗറും കൂടെയാണ്. ആ കൊച്ചു പോലും ഒരു വള്ളവനാടൻ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോസിൽ മാത്രം ആ കുട്ടി ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ബ്ലോഗിൽ പോലും എന്തിനാ നിങ്ങൾ എന്തിനു കിടന്നിങ്ങനെ മോഹണം, അങ്ങനെയൊക്കെയാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. അത് അതിന്റെ ഇതിൽ ഓരോ സ്റ്റൈലും കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. അതിന്റെ സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് ആയിട്ട് തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോ പലരും പറയുന്നു, നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആ ശൈലിയിൽ സംസാരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ് ആളുകൾക്ക് ഇഷ്ടവും. നമ്മുടെ ആ ഒരു സംസാര രീതി തന്നെയാണ്. അതിനകത്ത് പരിഷ്കാരം കൊണ്ടുവരാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ തിരുവനന്തപുരം സ്ലാങ് ഒപ്പിച്ച് പറഞ്ഞേ, തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് ജനിച്ചു വളർന്ന എനിക്ക് നീ എന്തൊരാവശ്യത്തിനിടെ ഒപ്പിച്ച് പറയുന്നത്? ഇപ്പം നിങ്ങളെല്ലാവരും നമ്മൾ ആപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൈൻഡ് മറ്റേതാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർ എന്റെ പൊന്നപ്പി നീ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു ആവകളെ എന്തരടെ അപ്പി നമ്മുടെ സുരാജേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ ഒരാളെ സംബോധന ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പി. പിന്നെ ഈ മോതിരം എന്നുള്ള സാധനമുണ്ട്. അത് എല്ലായിടത്തും മോതിരം എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര കാട്ടാക്കട ഭാഗത്തോട്ട് അതിനെ മോതിരം എന്നാണ് പറയുന്നത്. സത്യമായിട്ട് മോതിരങ്ങള്. പിന്നെ പൈലെന്ന് വിളിക്കും കൊച്ചി ചെറുക്കന്മാര്. അത് എനിക്ക് തമിഴ് വേർഡാണ്. നിങ്ങളല്ലേ പൈലെന്ന് വിളിക്കുന്നത്? ആ പൈലെന്ന് വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ചരിവൊക്കെ ഉണ്ടല്ലേ, ഈ
എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് കുത്തിപ്പോണി ചെരുവ് എന്നാണ് പറയുന്നത്. പോണി മീൻസ് തിന്ന്. അപ്പൊ ഇതുപോലുള്ള കുറെ വേർഡ്സ് ഉണ്ട് തിരുവനന്തപുരം ജില്ലക്കാര്. പിന്നെ നമ്മൾ ഏതോ ഇതിനുള്ള മറുപടി സുരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സിനകത്ത്. എല്ലാ ജില്ലക്കാരും എന്നതാ, എന്തുവാ, എന്തിട്ടാ എന്നൊക്കെ പറയുമ്പോ ബാക്കിയുള്ള ജില്ലക്കാര് പറയുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്റെ ജില്ലക്കാര് വന്നിട്ട് എന്തിരെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് കുഴപ്പം? നിങ്ങൾക്ക് എന്തിനാണ് കുഴപ്പം? ഇവിടെ എന്ന് പറയുന്നത് തെറിയൊന്നും അല്ലേ, കൾച്ചറൽ വേർഡൊന്നും ഇല്ല. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാരും ജാസ്മിനൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ വന്നിട്ട് പറയാറുണ്ട് എന്തുവാടേ ഇത്, നമ്മള് എന്തുവാടേ എന്തരട്ടെ ഇത്, ഇതിലേക്ക് എടുത്തിട്ട് കൾച്ചറൽ എന്തരടേ ഇത്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേടേ സംസാരിക്കാൻ. ഒരു വേഴ്സ് ഉപയോഗിക്കാൻ ഇപ്പൊ വന്ന് സ്വാതന്ത്ര്യം ഇല്ലാതായി. ഫിജോ എന്ന വ്യക്തിയെ സൗഹൃദം കാണിച്ച് ചാറ്റ് ചെയ്യുന്ന ചാറ്റ് വീഡിയോ ആണ്. അതിൽ റെസിപ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പുരയിടം വിൽക്കാനായിട്ട്. കിട്ടുന്ന വിലയ്ക്ക് എത്രയും പെട്ടെന്ന് പുരയിടം വിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പുരയിടമാണ് ഇപ്പം ജപ്തിയിലിരിക്കുന്നത്. ആ ചാറ്റുകളാണിത്, പേഴ്സണൽ ചാറ്റാണ് ഷഫീനയുടെ. ഇത് എൻ്റെ കയ്യിൽ, ഇത് ഇവളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ കയ്യിലേക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇത്തിരി പോലും ഇച്ചിരി 2015 പറയാറുണ്ട്. ഫിജോ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോ എപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കും. ഓരോ പോസ്റ്റുകളും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വായിച്ചു തരാം എന്തൊക്കെ ക്രൂരതകളാണ് ഇവൾ ചെയ്തിരിക്കുന്നതെന്ന്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അഡ്രസ്സ്, ഈ അഡ്രസ്സില് ഇവരെ ആരെയും കുറിച്ച് ഒരു വിവരവും ഇല്ല, എല്ലാം കള്ളത്തരമാണ്. ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കംപ്ലീറ്റ് കള്ളത്തരം. അതിന്റെ ഓഡിയോയും ഉണ്ട്. അത് കമന്റ് തൊഴിലാളികളായാലും യൂട്യൂബില് സോഷ്യൽ മീഡിയയിൽ മുകളിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നാലും കുറച്ച് പൊങ്ങി വരുന്ന ആൾക്കാരെ ഒന്ന് താഴ്ത്താൻ ശ്രമിക്കും. അത് എല്ലാ സ്ഥലത്തും കാണില്ല. നമ്മളിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒരേ പൊസിഷനിൽ രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ ജോലി സ്ഥലത്താണേലും ഇത് കാണുന്നതാണ്. കോമ്പറ്റീഷൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തായാലും കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡിലും. കുറേ കമന്റ് തൊഴിലാളികൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. മത്സരമായിരിക്കും ആ പോസ്റ്റിലോട്ട് എത്താൻ വേണ്ടി. അപ്പൊ പാര വെക്കാനും കുതികാലം വെട്ടാനൊക്കെ ശ്രമിക്കും. അപ്പൊ അതുപോലെ ഈ ഉയർന്നു വരുന്നവർക്ക് എന്തെങ്കിലും, അതായത് ഈ റിയാക്ഷൻ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാളിങ്ങനെ ഒന്ന് ഗ്രോത്ത് ആയി വരുമ്പോഴത്തേക്കും മോളെ എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇവരെ ഒതുക്കാനുണ്ടോ എന്ന് കാണും. ഇപ്പൊ പറഞ്ഞാൽ സ്വയം ആദ്യം പറയുന്നത്. അതുപോലെ ഈ കമന്റ് തൊഴിലാളി, കമന്റ് ഇടാൻ വരുന്നവര് ചിലർക്ക് എത്തിക്സ് ഉണ്ട്, ചിലർ നല്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന 2 വേർഡ് സ്വർണ്ണക്കരണ്ടി, സ്വയം പുകഴ്ത്തി. ഈ 2 വേർഡാണ് എന്നെ ഇട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സ്വർണ്ണക്കരണ്ടി കേട്ട് എനിക്ക് വയ്യ. അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ വിളിക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ സ്വയം പൊങ്ങി, എന്ത് സ്വയം പൊങ്ങി? ഞാൻ വീഡിയോയിലൊന്ന് എന്ത് സ്വയം പൊങ്ങിയായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ ഈ റസീന എന്നെ വിളിച്ചതാ സ്വയം പൊങ്ങിയെന്ന്. വെച്ചിട്ടുണ്ട് മോളായ, വെച്ചിട്ടുണ്ട് ഞാൻ. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ഓട്ടമാണ്. മറ്റേ ആമീൻ സിനിമയ്ക്കകത്ത് ആ ഒരു മ്യൂസിക് ടോണുമല്ലേ, അതുപോലെ ഓടി വന്നിട്ട് നമ്മളെ വീഡിയോ കാണില്ല, നമ്മളെ ഫേസ് കണ്ടറിയാം. അപ്പൊ പച്ച പള്ള എഴുതി വെച്ചിട്ട്, പള്ളം വെച്ച തെറി, പച്ചത്തെറി അവിടെ എഴുതി കമന്റ് ഇട്ട് വെച്ചിട്ട് പോകും. അവർക്ക് സമാധാനം. കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ സബ്സ്ക്രൈബർ അല്ല, നമുക്ക് മനസ്സിലാവും. കമന്റിന്റെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നെഗറ്റീവ് കമന്റ് ഇതിൽ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഒരാള് വന്ന് വീഡിയോ കാണുമ്പോ ചിലര് ഫസ്റ്റ് കമന്റ് ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ ആ വീഡിയോ എന്താണെന്ന് പോലും നോക്കാൻ നിൽക്കില്ല, കയറി അങ്ങ് നെഗറ്റീവ് കമന്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് പോകും. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഫോട്ടോയും ഇല്ല, പേരും ഇല്ല, ഏതോ ഒരു ID, സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഒന്നുമില്ല. വീഡിയോ കാണത്തില്ല, ചുമ്മാ വന്ന് കമന്റ് അടിച്ചിട്ട് അങ്ങ് പോവുക. പോസിറ്റീവ് ആണെങ്കിൽ ആ വീഡിയോ കാണും മുന്നേ പോസിറ്റീവ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണും. ചിലർ അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് നടക്കുന്നത്. ഗ്രൂപ്പ് അറ്റാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ്, അതിൽ ഇഷ്ടമുള്ള ബ്ലോഗേഴ്സ് ആണ്, ഇഷ്ടമില്ലാത്ത ബ്ലോഗേഴ്സ് ആണ്. ചില സൗന്ദര്യവും ഈ
തൊലിവെളുപ്പൊക്കെ കൂടുതലുള്ള കുറച്ച് ലുക്ക് കൂടുതലുള്ള ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടമുള്ളവർ കാണും, അവരുടെ വർത്തമാന രീതികളും. പിന്നെ വേറൊരു ഭാഗം നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഏജോ അല്ലെങ്കിൽ വർത്തമാനം ഇഷ്ടമില്ലാത്തതോ ഭംഗിയില്ലാത്തതോ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ പോയി നീ എന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നീ എന്തൊക്കെ ചെയ്തിട്ട് മെനയില്ലല്ലേ സജി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് വെച്ചിട്ടു. ഈ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്ത് കാണിച്ചാൽ അവർക്കൊരു പ്രശ്നമില്ല, അവരവരെ പുകഴ്ത്തി വീഡിയോ ചെയ്യും, കമന്റ് ഇടും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ ഫുഡ് ബ്ലോഗേഴ്സിനെ എങ്ങനെയല്ല, ചിലരെ ഇഷ്ടമുണ്ട് ചിലരെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തവർക്ക് നെഗറ്റീവ് കമന്റ്, ഇഷ്ടമുള്ളവർക്ക് പോസിറ്റീവ് കമന്റ്. പിന്നെ നല്ല കുറച്ചുകൂടെ അറിയപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ പോസിറ്റീവ് കമന്റ് കൂടുതലുണ്ട്. അതുപോലെ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഈ ഭയങ്കര ഇതാണ് നടക്കുന്നത്, വേർതിരിവാണ് നടക്കുന്നത്. അതായത് വയനാടൻ വ്ളോഗർ എന്ന് പറഞ്ഞൊരു ഫാമിലി വ്ളോഗർ ഉണ്ട്. അവര് ചെയ്യുന്ന തെറ്റ് എന്താന്ന് എനിക്ക് ചോദിച്ചാൽ, അവര് തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. അവർ ഈ വെക്കുന്ന ക്യാപ്ഷൻ ഉണ്ടല്ലോ, അവരുടെ വീഡിയോക്ക് വെക്കുന്ന ക്യാപ്ഷൻ മാത്രമാണ് എനിക്ക് ഇത്തിരി, അതായത് ചെയ്യുന്ന വീഡിയോ അത് പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന ഒരു സംഭവമാണ് ക്യാപ്ഷൻ വെക്കും. നമ്മള് ക്യാപ്ഷൻ കണ്ട് വലിയാർത്തി എടുത്തു നോക്കുമ്പോഴത്തേക്ക് ആ ക്യാപ്ഷനിൽ ഒരു സംഭവം, ഒരു റിലേഷനും കാണത്തില്ല ആ വീഡിയോയില്. നമ്മൾ തന്നെ അതിശയിച്ചു പോകും. പക്ഷെ അത് സത്യം പറഞ്ഞാ നിങ്ങൾ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഒരിക്കലും ഇന്ന് വരെയും ഞാൻ വെക്കുന്ന ക്യാപ്ഷൻ കറക്റ്റ്, ഞാൻ സത്യസന്ധമായിട്ടേ വെക്കാറുള്ളൂ, സത്യസന്ധമായിട്ടേ പറയാറുള്ളൂ. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നത്? വീഡിയോയിലേക്ക് വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് ശ്രമിക്കുന്നത്? എന്റെ ആവശ്യമില്ല. ക്യാപ്ഷൻ തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. അവരുടെ വീഡിയോ എന്ന് വെച്ചാൽ കാണാൻ വൃത്തികേട് ഒന്നുമില്ല. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളാണ് അവർ ചെയ്തത്. അവരെ വന്നിട്ട് ഇനി എഴുതി വെക്കാത്ത വൃത്തികേടില്ല. കുറെ പേര് ചോദിക്കും ഇവരെ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് തള്ളുന്നത്, അവരെ എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ കമന്റ് തൊഴിലാളികൾ. ഈ വയനാടൻ ബ്ലോഗറിന്റെ കാര്യം ഇവരുടെ കണ്ണിൽ സൗന്ദര്യം കുറവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവരെ വന്ന് അങ്ങോട്ട് അർമാദിച്ച് തള്ളാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കമന്റേഴ്സിന്റെ ഒരു പൊതു സ്വഭാവം. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ് എന്താന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ കരിവാരി തേക്കുന്നത്, യക്ഷിയെ പോലെ ഇരിക്കുന്നു, താടക, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴുള്ള ഐലൈനറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന കൺമഷി, അത് ഒരു പ്രത്യേക കൂട്ടാണ്, രഹസ്യ കൂട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ കണ്ണിന് പ്രത്യേക ഭംഗിയാണ്. ഇന്ന് വരെയും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എൻ്റെ കണ്ണാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാരും കണ്ണിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയണ്ടേ? കരിവാരി തേക്കുന്നു, അത് കാണുമ്പോഴേ അറിയാം ഒരറിവുമില്ലെന്ന്. എന്തറിവില്ലെന്ന് മേക്കപ്പിനെ കുറിച്ച് എനിക്ക് അറിയില്ലെന്നോ? എൻ്റെ മാമി ബ്യൂട്ടീഷ്യനാണ്. ആ മാമി ചെയ്യുന്നത് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എനിക്ക് എല്ലാ ഡീറ്റെയിൽസും, മേക്കപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അത്യാവശ്യം ഒരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാനുള്ള അറിവൊക്കെ എനിക്കുണ്ട്. എന്നിട്ട് വന്ന് പറയാ കണ്ണെഴുതാറിനൂടെ കരിവാരി തേച്ചേക്കുവാന്ന്. ചിന്താകര. അപ്പം കൾച്ചർ കൂടിപ്പോയ മഹാൻ അറിയാൻ വേണ്ടിട്ട് പറയുന്നതാണ്. എടേ ബോഡി എന്ന് വിളിക്കുന്നത് കൾച്ചർലെസ് വേർഡ് അല്ല. മനസ്സിലാക്കൂ മിസ്റ്റർ പേരില്ലാത്ത ആളെ. ഞാൻ കമന്റില് നിങ്ങളുടെ പേര് നോക്കിയാൽ മതി കേട്ടോ. അപ്പം എടേ ബോഡി എന്ന് വിളിക്കാൻ അനുവദിക്കൂ പ്ലീസ്. ഇപ്പം ഞാൻ എന്റെ അയൽവക്കക്കാരുടെ ഇതൊക്കെ പോയിട്ട് ഞാൻ ഇവിടെ എല്ലായിടത്തും സഹകരിക്കുന്ന ഒരാളാണ്. എന്റെ അയൽവക്കത്തുള്ള എല്ലായിടത്തും മിണ്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മിണ്ടാത്തതും കാണും. അതായത് നമ്മള് ഒരു അമ്മയ്ക്ക് തന്നെ 10 മക്കളുണ്ടെങ്കിൽ 10 മിണ്ടുന്നവരായിരിക്കും, ഉദാഹരണം പറഞ്ഞ. അപ്പം നമ്മൾ മിണ്ടുന്നവരും മിണ്ടാത്തവരും കാണും. ഇപ്പോഴും എന്റെ അയൽവക്കത്തുള്ള മാമിയാരെയൊക്കെ കാണുമ്പോൾ ഞാൻ പോയിട്ട് മാമിയുടെ അടുത്ത് എന്തൊരു മാമി എന്ന് ചോദിക്കുന്നതിന് പകരം മാമി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങനെ നോക്കും. നിങ്ങൾ ഏതടി പച്ച പരിഷ്കാരി എന്നുള്ള രീതിയിൽ എന്നെ നോക്കും. എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. എന്റെ നാട്ടിലെ ഒരാളായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഞാൻ ഇവിടെ നിന്ന് നടന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ്. എന്റെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇവിടെ നടന്നു പോകാൻ ദൂരെയാണ്. ബാങ്കിൽ നടന്നു പോകുന്ന ആളാണ്. ഞാൻ ഇറങ്ങി സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ നിന്ന് തിരുവനന്തപുരം പറഞ്ഞ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നമ്മൾ കാറിലോ വിമാനത്തിലോ ഒന്നും അല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ എംബോർഗിനിയിലോ ബെൻസിലോ ഒന്നും സഞ്ചരിക്കുന്ന ആളല്ല. സാധാരണക്കാരുടെ വാഹനമായ KSRTC, ടെമ്പോ, ഓട്ടോറിക്ഷ ഇതിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് ഈ വള്ളുവനാടൻ ഭാഷ സംസാരിക്കാൻ, അതായത് അല്ല KSRTCക്ക് എന്താ കുഴപ്പം KSRTCക്ക്?
ഞാൻ പല ന്യൂസ് ബസ്സിൽ പോയാ കുറ്റം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരാളായിരുന്നെങ്കിൽ ഞാൻ ശ്രമിക്കായിരുന്നു. ഉള്ളവനോട് സംസാരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യം അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നത് അത് സിൻസിയറായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ വ്ളോഗിൽ മാന്യ മഹാജനങ്ങളെ ഞാൻ നിങ്ങളടുത്ത് തൊഴുത് പറയുന്നു, എന്നെ കൊണ്ട് കൂട്ടികൾക്ക് കൂടില്ല കുട്ടികളെ. തിരുവനന്തപുരം സ്ലാങ് പറയുന്നതിന് എനിക്ക് യാതൊരു അഭിമാനക്കുറവില്ല. എന്റെ തനത് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അതിനിപ്പോ എന്തായാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ അക്കൻ റീൽസ് എന്ന് പറഞ്ഞ് നമ്മൾ അഞ്ജന എന്ന് പറഞ്ഞ ചേച്ചി ചെയ്ത വീഡിയോക്ക് ഇതേ സെയിം ഡയലോഗ് വരാറുണ്ട്. നിങ്ങൾ ഇന്ന ആളിനെ അനുകരിക്കുന്നതല്ലേ, നിങ്ങൾ ഇന്ന ആളിനെ അനുകരിക്കും, നിങ്ങളെ വാ തുറന്ന് നിങ്ങൾ എന്തിനും പന്നത്തിനും പറയുന്നത്, ഇത് എന്തിനു വർത്തമാനം. അവർ തിരുവനന്തപുരം സ്ലാങ്ങാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനേയും പന്നത്തരായിട്ട് തോന്നുന്നത്. എന്തിനിടെ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് എത്ര മഹാന്മാരായിട്ടുള്ള നടന്മാര് ജനിച്ചു. മോഹൻലാല്, ജഗദീഷ്, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ, അദ്ദേഹത്തിന്റെ മകൻ സുധീർ കരമന, ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ജനിച്ചതാണ്. മറ്റേ GK പിള്ളേർ, അങ്ങനെ ആ സാറിൽ എല്ലാം കൂട്ടി നമ്മുടെ നിത്യഹരിത നായകൻ പ്രൈം മിനിസ്റ്റർ സാർ വരെ ജനിച്ച സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല. ആ തിരുവനന്തപുരം ജില്ലക്കാർ അവരുടെ തനത് ഭാഷ സംസാരിക്കാതെ വേറെ എന്തിനിടെ പറയാൻ, എന്തിനിടെ നിങ്ങളുടെ പ്രശ്നം. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ദേശീയ അവാർഡ് മേടിച്ച നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അയ്യാ പറഞ്ഞു പോയതാ. സുരാജ് ഏട്ടൻ നമ്മുടെ സ്വന്തം തിരുവനന്തപുരംകാരനാണ്. നോബിയൊക്കെ തിരുവനന്തപുരംകാരാണ്. അവരൊക്കെ ഈ സ്ലാങ് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വൃത്തികേടായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. എന്തിനാ ഇത് നമ്മളെ ഭാഷ സംസാരിക്കാൻ വിടും. കയറിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ വാ നമ്മളിങ്ങനെയാ പറയുന്നത്. വാ എന്തിനിടയ്ക്ക് നമ്മൾ കേക്കിന് പറയും ക്യാക്കിങ്ങോട്ട് ഇടും, ഇച്ചിരി ക്യാക്കിങ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനെ ഇങ്ങോട്ട് ഇടും. ഇത് വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രം ഭാഷയെ കളിയാക്കുന്നുണ്ട്. എന്താ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതേ സമയം കാസർഗോഡ് ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കേട്ടാൽ മനസ്സിലാവത്തില്ല. ഈ ബോളമ്മ അങ്ങനെയൊക്കെയുള്ള ഭാഷ അത് മനസ്സിലാവത്തില്ല. പക്ഷെ എല്ലാവർക്കും കാസർഗോഡ് ഭാഷ ഇഷ്ടമാണ്. ഇതിനെയാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അറിയാമെന്ന വിഷയത്തിലോട്ട് കടക്കാം. ഇപ്പൊ മറ്റേതൊരു 15 മിനിറ്റ് പോയി തോന്നുന്നു. നമ്മുടെ സിനിമ നടി മീരാനന്ദന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എൻഗേജ്മെന്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ന്യൂസ് ഒക്കെ കാണുന്നവർക്ക്, ഈ കുറച്ച് ഫിലിം ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നാക്കുടക്കുന്നതാണ്. പ്ലീസ്, അതൊക്കെ ഉള്ള ആൾക്കാർ നാക്കുടക്ക് എനിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നും തോന്നല്ലേ, സോറി കേട്ടാ. അറിയായിരിക്കും മീരാനന്ദന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ മുല്ല സിനിമയിലൂടെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു നായികയാണ് മീരാനന്ദൻ. അപ്പൊ മീരാനന്ദന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിടം തൊട്ട് ആ കുട്ടി കേൾക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്. മീരാനന്ദന്റെ ഭാവി വരെ പുള്ളിക്കാരനെ കുറിച്ച് പണം നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണ്. ആ കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ ഭാവി വരന് ആ കുട്ടിയുടെ കുട്ടിക്ക് ഭംഗിയില്ല, പുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അലിഗേഷൻസ്, ഇങ്ങനെ കുറെ കളിയാക്കലുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ചർച്ചാ വിഷയമായ കാര്യമാണ്. അപ്പൊ ആ എൻഗേജ്മെന്റ് മുതൽ മീരാനന്ദൻ ഇത് കേൾക്കും. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബ ജീവിതത്തില് ഭംഗിക്കല്ല ഒരിക്കലും ഇമ്പോർട്ടൻസ്. മാനസിക പൊരുത്തം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ സൗന്ദര്യത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. ഇപ്പോ ഇതിന്റെ ഭയങ്കര മാരകമായ വേർഷനാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ശുപ്പാന്റെ മാത്രമേ നിനക്ക് കിട്ടിയുള്ള എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നീ പണം നോക്കി പോയതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ബോഡി ഷേമിങ് നടക്കുന്നത്. ബോഡി ഷേമിങ്ങിന്റെ അങ്ങേറ്റമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ അതും പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു ഈയിടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി. ഇപ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ അല്ല, ഇപ്രാവശ്യം എല്ലാ ഫിലിം ഫെസ്റ്റിവലിനും ഞാൻ പോകുന്നതാ എല്ലാ പ്രാവശ്യവും. പക്ഷെ ഇപ്രാവശ്യം പോയില്ല. ഇന്ന് ലാസ്റ്റാണ്, ഇന്ന് പോയേ പറ്റൂ. അപ്പോഴ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ എനിക്കൊരു അബദ്ധം പറ്റി. അന്നത്തോടെ ഞാൻ വെച്ചിട്ട് ഇനി മേലാ പറയത്തില്ലെന്ന്. അപ്പോഴ് നമ്മുടെ അശ്വമേധം പ്രദീപ് സാറുണ്ടല്ലോ, പ്രദീപ് സാർ ഇങ്ങോട്ട് വന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാം നമ്മളെല്ലാവരും കൂടെ. അപ്പോഴ് ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് എനിക്കാണെങ്കിൽ ഇത്തിരി തടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ടെൻഷനാണേ. അതുപോലെ ഞാൻ എൻ്റെ ഒരു മനസ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഒരുപാട് അങ്ങ് തടിച്ചു പോയല്ലോ എന്ന് ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു പോയി. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇത് ബോഡി ഷെയ്മിങ്ങാ, ഇത് കരുതിക്കുട്ടി പറഞ്ഞതാ, ഇത് ബോഡി ഷെയ്മിങ്ങാന്ന് പറഞ്ഞങ്ങോട്ട് അവിടെ എന്നെ നിർത്തി അങ്ങ് പൊരിച്ചു കളഞ്ഞു. എനിക്കപ്പോൾ സത്യം വിഷമായി പോയി. എന്ന് വെച്ചാൽ കുറച്ച് വയറ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ അവിടെ ഞാനൊരു ബോഡി ഷേമിങ് അല്ല നടത്തിയത്.
അപ്പൊ ഫുഡ് കൺട്രോൾ ചെയ്യട്ടെ എന്ന് കരുതി നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാ. പക്ഷെ പുള്ളിക്ക് അത് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു. സോറി ഞാനിപ്പോ സോറി അറിയാണ്. അപ്പൊ ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു പറഞ്ഞു. പക്ഷെ ഞാൻ ആ പുള്ളിക്കാരനെ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാനത് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന ഒരു മീനിങ് അല്ല പുള്ളി എടുത്തത്. അത് അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു മനുഷ്യനെ കണ്ടാലും എത്ര തടിച്ചാലും ഞാൻ പറയാം ആ മെലിഞ്ഞിരിക്കുന്ന അടിപൊളി. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം എന്താ പറഞ്ഞ, നമ്മൾ സത്യം പറയാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ആരടുത്ത് സത്യം പറയാൻ പാടില്ല. അത് അപ്പൊ അന്നേരം അവർക്ക് സുഖിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ എല്ലാവരും മുമ്പിലും നമ്മൾ പെർഫെക്റ്റ് ആണ്. ആ ഒരു അവസ്ഥയിലെത്തി നിൽക്കുക. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു കൂട്ടുകാരെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒന്ന് തടിച്ചിരുന്നാൽ പോലും നമുക്ക് പോയിട്ട് എന്താടി നീ വണ്ണം വെച്ചല്ലോ എന്ന് ചോദിച്ചാൽ അത് ബോഡി ഷേപ്പിംഗ് ആണ്. മുടി കൊഴിഞ്ഞു, എന്താ നിന്റെ മുടി മൊത്തം കൊഴിഞ്ഞു എന്താന്ന് ചോദിച്ചാൽ അത് ബോഡി ഷേപ്പിംഗ് ആണ്. നിനക്ക് ഇഷ്ടംപോലെ മുടിയുണ്ടല്ലോ, നീ ഇത് എന്ത് ചെയ്തിട്ടാണ്, അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ചകല പല്ല് പൊന്തിയിരുന്നായിട്ട് നിന്റെ പല്ലിനെ കൊണ്ട് കമ്പയർ ചെയ്ത് പല്ല് പൊന്തിയിരിക്കുന്നതിന് അത് ബോഡി ഷേപ്പിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു കൂട്ടുകാരിയോട് പോയിട്ട് ഇച്ചിരി വണ്ണം വെച്ചല്ലോ, അല്ലെങ്കിൽ നീ ഇത്തിരി കറുത്തല്ലോ, ഇത്തിരി മെലിഞ്ഞെന്നൊക്കെ പറയുന്നത് ചിലപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമ്മൾ അടയാളം പറയാൻ വേണ്ടിട്ട് പറയാറുണ്ട്, ആ മറ്റേ ചുരുണ്ട മുടിയുള്ള കുട്ടി, പല്ല് പൊന്തിയ കുട്ടി, ആ കറുത്ത നിറമുള്ള കുട്ടി, ആ മെലിഞ്ഞുണങ്ങിയ കുട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര കടുത്ത ബോഡി ഷേപ്പിംഗ് ആണെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത്. നമുക്ക് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പറയുന്നത് നീ പണത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കല്യാണം കഴിക്കാൻ നോക്കുന്നത്, നീ ഈ ശുപ്പാണ്ടിയെ പോലെ ഇരിക്കുന്നത്. ശുപ്പാണ്ടി എന്ന് പറയുമ്പോൾ ബാലരമയിലൊരു കഥാപാത്രമാണ്, അറിയാം, മൂക്കൊക്കെ നീണ്ടിട്ട് തലയൊക്കെ നീണ്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ശുപ്പാണ്ടിയെ പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ആ പയ്യൻ ഇങ്ങനെ ബോഡി ഷേപ്പ് ചെയ്തത്. പക്ഷെ എന്റെ കണ്ണിൽ ആ പയ്യന് ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വന്ന ആക്ഷേപം പറയുന്നത് പറഞ്ഞ സത്യമാണ്, ഒരു കുറവും എനിക്കും കണ്ടിട്ട് തോന്നിയില്ല. നല്ല അടിപൊളി ഒരു പയ്യൻ. പക്ഷെ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മൂക്കിന് നീളമുണ്ട്, ചിലർക്കത് മൂക്കിന് നീളമുള്ള ഭംഗിയാണ്. ഇതെന്താ മൂക്കിന് നീളമുള്ള അത്രയ്ക്ക് കുറ്റവാ? ഈ വന്ന കമന്റ് ഇടുന്നവരും എല്ലാം തികഞ്ഞവരാണോ എന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണിൽ ആ പയ്യൻ മീരാനന്ദന് നല്ല മാച്ചാണ്, ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. നമ്മളല്ല തീരുമാനിക്കേണ്ടത്, ആ കുട്ടിയും ആ പയ്യനുമാണ് ജീവിക്കേണ്ടത്. ഈ പറയുന്നവരിരുന്ന് കുരു പൊട്ടിച്ചിട്ട് ഒന്നും കിട്ടാല്ല. ചിലരങ്ങനെയാണ്, ഒരു കല്യാണത്തിന് പോകുമ്പോ പോലും നിറം വെച്ച് കമ്പയർ ചെയ്യുന്നവരുണ്ട്. ഈ കല്യാണ പയ്യന് കുറച്ച് കളർ കുറവായിട്ട് ആ പെണ്ണ് കുറച്ച്, ആ പെൺകുട്ടിക്ക് കുറെ പേര് കല്യാണത്തിന് പോകുന്നതേ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറെ ടീമിനെ എനിക്കറിയാം. ദൈവമേ, കുറച്ച് കളർ കൂടുതലുണ്ടെങ്കിൽ അപ്പ വന്നിരുന്നിട്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ടീംസ് ഉണ്ട്. എന്നിട്ട് എന്നാൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് നിറവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ വന്ന് പൊക്കി പറയാം. അവിടെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കുക, സ്വർണത്തിൻ്റെതോ കുടുംബ പാരമ്പര്യമോ എന്തെങ്കിലും ഒരു കുറവ് മലയാളി. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഫുഡിനെങ്കിലും കുറ്റം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. പക്ഷെ ഈ ഭയങ്കരമായിട്ട് ജാതകപ്പൊരുത്തവും ജോഡിപ്പൊരുത്തവും എല്ലാം നോക്കി കിട്ടുന്ന എത്ര പേര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. കുറ്റം പറയുന്നവര് പറ, എത്ര പേര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, അതുകൂടെ നിങ്ങൾ പറയുമ്പോൾ. അപ്പം ഈ മീരാനന്ദൻ എന്ന് പറയുന്ന ആ കുട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ആ കുട്ടി ആരെ കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം, എങ്ങനെ തന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് എന്തിനാ കളിയാക്കുന്നത്? ദയവ് ചെയ്ത് പ്ലീസ് പ്ലീസ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ടോ, അവരുടെ നിത്യ ജീവിതത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു? പിന്നെ ഉപദ്രവിക്കാതിരിക്കും. ഈ ബോഡി ഷേപ്പിംഗ്, സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറയുന്ന കാര്യം നിസ്സാരമല്ല. അതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ എന്റെ ബുദ്ധിമുട്ട് അറിയാവൂ. എനിക്ക് കമന്റ് വരാൻ സാധ്യതയുണ്ട്, നീ അനുഭവിച്ചത് കൊണ്ടല്ലേ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോ ഈ തീർച്ചയായിട്ടും അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ്, അതിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇടുന്നവര് ഈ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഞാൻ എല്ലാം തെളിഞ്ഞവനാണ്, അത് നമ്മുടെ തോന്നലാണ്. എല്ലാം തെളിഞ്ഞായിട്ട് ഇവിടെ 100% പെർഫെക്റ്റ് ആയിട്ട് ലോകത്താരുമേ ഇല്ല. ആർക്കും അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവര് ശുദ്ധ കള്ളരാണ്. തോന്നലാണ്, മനുഷ്യനാണ്, കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മീരാനന്ദന്റെ ഭാവി വരഞ്ഞ് കുറവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഒത്ത ഒരു ആൺകുട്ടിയായിട്ടാണ് നമുക്ക് കാണുമ്പോ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ വന്ന് പറയുന്നവര്, കമന്റ് ഇടുന്നവര്, ഇവർക്ക് പ്രൊഫൈൽ പോലും കാണത്തില്ല. നിങ്ങളെയൊക്കെ പകൽ വെളിച്ചത്തിൽ കണ്ടാലേ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ
ബോഡി ഷെയിം ചെയ്യുന്നവര് ദയവ് ചെയ്ത് ഈ പണത്തിന് വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിക്കോ ആയിക്കോട്ടെ അവരെ കെട്ടി അവർ ജീവിച്ചോട്ടെ. ഇതുപോലൊരു തമിഴ് സീരിയൽ നടി മഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഒരാളെ കല്യാണം കഴിച്ചപ്പോഴും അമിത വണ്ണമാണ് അയാൾക്ക്, പണത്തിന് വേണ്ടി പണം നോക്കി കെട്ടിയതാണെന്ന് പറഞ്ഞ് ആ കല്യാണം കഴിച്ച അന്ന് തൊട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്ന കമന്റ് ആണ്. എന്തൊരു അറ്റാക്കിംഗ് ആണ്. ചില മനുഷ്യർക്ക് തടി വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും കുറയ്ക്കാൻ പറ്റത്തില്ല. അത് അവരുടെ കുറ്റമല്ല. പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതൊന്നും എന്ത് സുഖമാണ് കിട്ടുന്നത് ഇതിന് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിക്കുന്നവരെ രണ്ട് മനസ്സുകൾ തമ്മിലാണ് ഇഷ്ടപ്പെടേണ്ടത്. അവരിഷ്ടപ്പെട്ട് കെട്ടിക്കോട്ടെ. നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ ഹൈറ്റും വെയിറ്റും സൗന്ദര്യം ഒന്നും പറഞ്ഞ് നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ടൈം എത്ര വേസ്റ്റ് ആക്കിയിരുന്നാലും ഒരുമിച്ച് ജീവിക്കേണ്ട അവർ ഒരുമിച്ച് ജീവിക്കും. പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് അവരുടെ സ്വസ്ഥത കളയാൻ പറ്റും, അവരൊന്ന് വിഷമിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെങ്കിൽ നിങ്ങളെ പറഞ്ഞു തിരുത്താൻ ആർക്കും പറ്റത്തില്ല. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ വന്ന കമന്റ് ഇടുന്ന ആണായാലും പെണ്ണായാലും നിങ്ങൾ ആദ്യം സ്വന്തം വീട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് മാച്ചാണോ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് മാച്ചാണോ നോക്കണം. എന്നിട്ട് ബാക്കി നാട്ടിൽ കിടക്കുന്ന കടിക്കേണ്ട ബാക്കിയുള്ള പിള്ളേരുടെ അവരെ കെട്ടാൻ പോകുന്ന പയ്യനെ അത് കണ്ടിട്ടല്ലേടി ഇത് കണ്ടിട്ടല്ലേടി എന്ത് കണ്ടിട്ട് അവരെന്ത് കണ്ടിട്ടായിരിക്കും അവര് കെട്ടി ജീവിച്ചോട്ടെ. ഈ കുരുപൊട്ടി തകർക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എന്റെ അഭിപ്രായമാണ്. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ കമന്റ് തൊഴിലാളികളോട്, ഈ കമന്റ് ഇടുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മുടെ വീഡിയോയുടെ കീഴിൽ നിങ്ങൾ കമന്റ് കൊണ്ടിടുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഒരു പ്രൊഫൈലോ വ്യക്തമായ പേരോ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ നിങ്ങൾ എവിടെയോ ഇരുന്നിട്ട് ഒരു കസേര ഇരുന്നുകൊണ്ട് ചുമ്മാ ടൈപ്പ് ചെയ്ത് വിടുക. നിങ്ങളെക്കാളും എത്രയോ ഭേദമാണ് ഈ വീഡിയോ ചെയ്യുന്നവര് അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അവരൊരു ക്യാമറയിൽ ഫേസ് ചെയ്ത് ആണ് അവരുടെ ഇമോഷൻസും അവരുടെ ജീവിതത്തെ പറ്റിയും എല്ലാം സംസാരിക്കുന്നത്. അവരെത്രയോ നിങ്ങളെക്കാളും ബെറ്റർ ആണ്. നിങ്ങൾ എവിടെയോ ഇരുന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ? നിങ്ങൾക്ക് ഇതൊന്നും വയ്യ. എന്നിട്ട് ചുമ്മാതെ ആരെങ്കിലും ചെയ്യുന്ന വീഡിയോയുടെ കീഴ് പോയിട്ട് കമന്റ് ഇടിക്കുക. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാ മതി. പിന്നെന്താ വേറെ വിശേഷം? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഇനി ഒരു കുഞ്ഞെന്നൊക്കെ പറയാപ്പോ പേടിയാണ്. ഇനി ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ